ആദ്യമേ നമ്മൾ ചൈനയിൽ നിന്ന് തുടങ്ങാം. ചൈനയിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ ഒരു ഫയർ ആക്സിഡന്റ്, തീപിടുത്തം നടന്നിട്ടുണ്ട്. ഇതിൽ 8 പേര് കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഏതാണ്ട് 16ഓളം പേർക്ക് അതിരൂക്ഷമായ പരിക്കുകളാണ്. 16 പേരോളം ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇന്ന് രാവിലെ 8:40 ഈ ഒരു അപകടം സംഭവിച്ചത്. ഇത് ഒരു വെജിറ്റബിൾ മാർക്കറ്റിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അതുപോലെ തന്നെ ഇത് നോർത്തേൺ ചൈന ഭാഗത്തുള്ള ഷാങ്ജിയാവു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത്. ചൈനയുടെ അപകടത്തെ തുടർന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇസ്രായേൽ ഇന്ന് ഗാസയ്ക്കുള്ളിൽ അൽമസാവി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് കാൻ യൂനിസ് ഭാഗത്ത് ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 3 പേരോളം കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് UN-ന്റെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആ ഒരു ഭാഗത്ത്, അതായത് റെസിഡൻഷ്യൽ ഷെൽട്ടറുകൾ ഉള്ള ഭാഗത്താണ് ഈ ഒരു അറ്റാക്ക് നടത്തിയതായിട്ട് പറയപ്പെടുന്നത്. അതിനുള്ളിൽ തീവ്രവാദികൾ തമ്പടിച്ചിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയതായിട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. സിറിയയിലെ നിലവിലെ താൽക്കാലിക ഭരണകൂടമായിട്ട് കരുതപ്പെടുന്ന HTS-ന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ഖത്താർ, ജോർദാൻ, UAE ഈ 3 രാജ്യങ്ങളും സന്ദർശിക്കുകയാണ്. അപ്പൊ അതിൽ ഓരോ ദിവസങ്ങളും ഓരോ രാജ്യത്തായിരിക്കും. അപ്പൊ ഇന്ന് മുതലാണ് ആ ഒരു വിസിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് പുതിയ ബൈലേറ്ററൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. ഇതൊക്കെ പ്രാഥമികമായിട്ട് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് ആണ്. അൽകാസിം ബ്രിഗേഡ് എന്ന് പറയുന്ന പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു സംഘടന ഇസ്രായേലിന്റെ 4 ടാങ്കുകൾ, മെർക്കാവ കാറ്റഗറിയിൽപ്പെട്ട 4 ടാങ്കുകൾ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് അവർ തന്നെയാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ കൺഫർമേഷൻ ഒന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജബാലിയ ഭാഗത്താണ്, അതായത് സെൻട്രൽ ഗാസ നെറ്റ്സരീം കോറിഡോറിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു നോർത്തേൺ ഗാസ ആ ഏരിയയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഈ ഒരു ആക്രമണം നടത്താൻ അവര് ഒളിത്താവളമായിട്ട് തെരഞ്ഞെടുത്ത സ്ഥലം ജബാലിയ റെഫ്യൂജി ക്യാമ്പാണ്. അതായത് ഈ അൽകാസിം ബ്രിഗേഡ് അവർ ഈ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തിയത് ഈ ജബാലിയ റെഫ്യൂജി ക്യാമ്പുകളുടെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു ആക്രമണം പുറപ്പെടുവിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജബാലിയ റെഫ്യൂജി ക്യാമ്പ് ഈ വരും ദിവസം തന്നെ 1-2 ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ അവിടെ ആക്രമണം നടത്താനുള്ള സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. അതിനുള്ള നോട്ടിഫിക്കേഷൻ വൈകാതെ ഇന്ന് വൈകുന്നേരം തന്നെ പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഡിസ്കഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തുർക്കിയുടെ ബേസ്, അതായത് ഇറാഖിന്റെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന തുർക്കിയുടെ ബേസിന്റെ മുകളിൽ 2 ഡ്രോൺ ആക്രമണം നടത്താൻ വന്നതായിട്ടാണ് തുർക്കി സ്ഥിരീകരിച്ചിരിക്കുന്നത്. തുർക്കി അതിനെ നിർവീര്യമാക്കുകയും ചെയ്തു, അതിനെ അടിച്ച് താഴ്ത്തിയിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിന്റെ ഒരു ഡൗട്ട് പല രീതിയിലും കിടന്ന് കറങ്ങുന്ന ഒരു അവസ്ഥയാണ്. ആരാണ് ഈ ഡ്രോൺ തുർക്കിയുടെ ബേസ്, അതായത് ഇറാഖിന്റെ ബോർഡറിലുള്ള തുർക്കിയുടെ ബേസിന്റെ മേളിൽ ആരാണ് ഈ ഡ്രോൺ വിട്ടതിനെ കുറിച്ച് ഒരു ഐഡിയയും തുർക്കിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അവര് ചില ഇരുട്ടിൽ കിടന്ന് തപ്പുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൗദിയും അമേരിക്കയും തമ്മിൽ നല്ല രീതിയിലുള്ള ഡീലിങ്സ് നടക്കുന്നുണ്ട്. ഇന്ന് ടോർപിഡോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെള്ളത്തിൽ നിന്നും കരയിലേക്ക് തൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മിസൈലുകളാണ്. ഇത് ശരിക്കും ഷിപ്പിൽ നിന്നാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് ഫ്ലീറ്റ് കാരിയറിൽ നിന്നാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലത്തെ ടോർപിഡോസ് ഒരു കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇത് US-ന്റെ സെനറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത് എമർജൻസി ബേസിസിലാണ് അപ്രൂവ് ചെയ്തത്. ഈ ടോർപിഡോസ് ഏറ്റവും കൂടുതൽ സൗദിക്ക് വേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ യമനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ്, അല്ലാതെ സൗദിക്ക് വേറെ എവിടെയും പോയിട്ട് ടോർപിഡോ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഏതാണ്ട് $78.5 മില്യൺ വർത്ത് വരുന്ന ഒരു കരാറാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് MK-54 MOD കാറ്റഗറിയിൽ വരുന്ന ടോർപിഡോസ് ആണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ അനായാസം ഇത് ഷിപ്പിൽ നിന്നും ക്യാരി ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ കരയിലേക്ക് തൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള, ഷിപ്പിൽ നിന്നും ഇനിയൊരു ഷിപ്പിലേക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഷിപ്പിൽ നിന്നും കരയിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഷിപ്പിൽ നിന്നും എയറിലേക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള ടോർപിഡോസ് ആണ് ഇപ്പം സൗദി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സൗദി ശരിക്കും പർച്ചേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടോർപിഡോസിന്റെ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് കൃത്യമായിട്ട് റെഡ് സീയുടെ ഭാഗത്തിൽ നിന്നും യമനിലേക്ക് ആക്രമണം നടത്താൻ പാകത്തിനുള്ള ഒരു പർച്ചേസ് ആണെന്നാണ് വിലയിരുത്താൻ പറ്റുന്നത്. എന്തായാലും അണിയറയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്, നിഗൂഢമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഹൂത്തികളെയാണ് എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവർക്ക് കൃത്യമായ ടൈം നോക്കിയിട്ടായിരിക്കും അവിടെ ഒരു അറ്റാക്ക് നടത്തുന്നത്. ആ അറ്റാക്ക് നടത്തുമ്പം കൃത്യമായിട്ടും സൗദി അറേബ്യയും അതിന്റെ ഒരു ഭാഗമായിട്ട് മാറും എന്ന് തന്നെയാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാരണം സൗദിയെ ഒഴിവാക്കിക്കൊണ്ട് യമനിലേക്ക് ഒരു ആക്രമണം അസാധ്യമാണ്. അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം സൗദിയിൽ നിന്ന് വേണം യമനെ അറ്റാക്ക് ചെയ്യാൻ, അല്ലാതെ ഒരു ഗ്രൗണ്ട് അറ്റാക്ക് സാധ്യമല്ല, അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ ഇതിനകത്തൊരു കീ റോള് വഹിച്ചേ പറ്റൂന്ന് അമേരിക്ക നിർബന്ധം പിടിക്കുന്നത്. അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങി തന്നെയാണ് സൗദി അറേബ്യ ഇപ്പൊ ഈ ഒരു നിലയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൂത്തികൾക്ക് പണി ഒരുങ്ങുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവരുടെ ഫസ്റ്റ് മിലിറ്ററി ബേസ് സിറിയയിൽ റക്ക ഭാഗത്ത് ഓപ്പറേഷണലായിട്ട് ഇപ്പൊ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ആ ഒരു റക്ക യൂണിറ്റ്, ആ ഒരു എയർ ബേസ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
വളരെ എഫക്റ്റീവ് ആയിട്ടാണ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് അവർ സെറ്റ് ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സിറിയ ശരിക്കും പറഞ്ഞാൽ HTS ആണ് റൂൾ ചെയ്യുന്നെങ്കിലും സിറിയ ഒരു 4 വർഷത്തേക്ക് കംപ്ലീറ്റ്ലി അണ്ടർ US-ന്റെ കൺട്രോളിൽ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ഇവര് കുറച്ചും കൂടെ ഈ ബേസ് കൂടുതൽ വികസിപ്പിക്കുകയാണ്. അപ്പൊ ഇനിയും ഒരു 3-4 ബേസുകൾ കൂടി സിറിയക്കുള്ളിൽ US-ന്റെ ബേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും ഡോമിനേറ്റഡ് US-ന്റെ ഏറ്റവും ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ട് മിലിറ്ററി ബേസ് ആയിട്ട് മാറാൻ പോവുകയാണ് ഈ സിറിയ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു കളിക്കളമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അമ്മാതിരിയുള്ള രീതിയിൽ അമേരിക്ക ഈ ഒരു HTS-നെ സ്വാധീനിച്ച് അവിടെ സ്ഥിര താവളം ഒരുക്കിയിരിക്കുകയാണ്. ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിന് വേണ്ടിയിട്ട് $8 ബില്യൺ വർത്ത് വരുന്ന ആയുധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരാർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് അപ്രൂവ് ചെയ്തെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് അർജന്റ് ബേസിസിലാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. $8 ബില്യൺ വർത്തുള്ള ആയുധങ്ങൾ ഇസ്രായേലിന്റെ ഉള്ളിൽ ഉടനെ തന്നെ ഇറക്കുമതി ചെയ്യപ്പെടും. ഇതിൽ മെയിൻ ആയിട്ട് ബോംബാണ്, എല്ലാം ബങ്കർ ബസ്റ്റർ ബോംബ്സ്, അതേപോലെ ഹെവി ബോംബിംഗ് ഐറ്റംസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് IDF കൃത്യമായിട്ട് സിറിയക്കുള്ളിൽ ഒരു ഇറാന്റെ മിസൈൽ യൂണിറ്റ് അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, അതേപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ മൊത്തം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയെ തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ആ രീതിയിൽ അമേരിക്ക ഇത് കണ്ട് ഇംപ്രസ്ഡ് ആണ്. അപ്പൊ നമുക്കൊരു പക്ഷേ എന്തുകൊണ്ട് ഇറാനിലുള്ള ഇതേപോലെ മലനിരകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയാസ് ഒക്കെ നമുക്ക് അറ്റാക്ക് ചെയ്ത് കളഞ്ഞൂടാ എന്നുള്ളൊരു തോട്ട് പ്രോസസ് അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ തീവ്രമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പൊ എന്തായാലും ട്രംപ് വന്നിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, പക്ഷെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണ്ടി വന്നാൽ ചെയ്യാം. അതായത് ന്യൂക്ലിയർ പ്രോജക്റ്റുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒരു ടൈം ടു ടൈം കൃത്യമായിട്ട് ഒരു പ്രിസൈസ് അറ്റാക്ക് ഇതേപോലെ സീക്രട്ട് ഓപ്പറേഷനുകൾ മിഷനുകൾ നടത്താൻ നമുക്കും സാധിക്കും എന്നുള്ള രീതിയിൽ അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ വക രീതിയിലുള്ള ബോംബ്, ഹെവി ബോംബിംഗ് ആണ്, $8 ബില്യൺ വർത്ത് വരുന്ന ബോംബിംഗ് ഐറ്റംസ് ആണ് ഇപ്പോൾ കൈമാറുന്നത്. ഇത് വേറെ വെപ്പൺസ് ഒന്നുമല്ല കേട്ടോ, ഇതെല്ലാം ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ഹെവി ബോംബുകളാണ് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിന്. ചുമ്മായെ ഇസ്രായേൽ തകർത്തടിക്കും. ഇനിയിപ്പോ ഈ വക ബോംബുകളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയൊക്കെ കൊണ്ട് ഇടാൻ പോകുന്നതെന്ന് ഇനി കണ്ടറിയണം. ഇറാന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി തന്നെ ഏതാണ്ട് ഉറപ്പിക്കുന്നത്. ഇവരുടെ പിന്നാമ്പുറത്ത് രഹസ്യമായിട്ട് ചർച്ചകൾ നടക്കുന്നു എന്ന് നമ്മൾ വാർത്തകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്ക് കൃത്യമായിട്ട് ടോർപിഡോകൾ സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പ്ലാനിങ് ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നലെ US-ന്റെ റെപ്രസെന്റേറ്റീവ് ലെബനാനിൽ പോയിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു സീസ് ഫയറിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച. അതായത് ലെബനാനാണ് വിളിച്ചു വരുത്തിയത്. അതായത് ഈ IDF ഇങ്ങനെ തുടരെ സീസ് ഫയർ ലംഘനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ലെബനാന്റെ ഉള്ളിൽ ആക്രമണം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പരാതി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അങ്ങനെ പരാതി പറയാൻ വിളിച്ചപ്പോഴത്തേക്കും അവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, കാരണം ഇസ്രായേൽ ഓൾറെഡി തന്നെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് US-ലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കയിൽ നിന്നും ഈ ഒരു റെപ്രസെന്റേറ്റീവ് ലെബനാനിൽ എത്തിയത്. അപ്പൊ അവിടെ ലെബനാൻ അവതരിപ്പിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി ഈ ഒരു അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 30 ദിവസം കൂടെ ഈ സീസ് ഫയറിന്റെ എഗ്രിമെന്റ് നീട്ടിവെക്കുകയാണ്. അതായത് 60 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സീസ് ഫയർ എഗ്രിമെന്റ് അല്ലേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതായത് 60 ദിവസം കഴിയുമ്പം ഈ ഇസ്രായേൽ ആർമി പൂർണ്ണമായിട്ടും സൗത്ത് ലെബനാനിൽ നിന്ന് പിന്മാറണം എന്നാണ് ധാരണ. പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ 60 ദിവസമല്ല, ഇനി ഒരു 30 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് ഇനി ഒരു 30 ദിവസം കൂടെ IDF ആർമി സൗത്ത് ലെബനാൻ ഭാഗത്ത് തന്നെ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വെപ്പ്. അപ്പൊ അത് പോസിബിലിറ്റീസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതൊരു പ്രൈമറി ടോക്ക് ആണ്. പക്ഷെ കൺഫേം ആയിട്ടും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് 30 അല്ല, ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ പോകും. കാരണം ഈ റീഗ്രൂപ്പിംഗ്, ഹെസ്ബുള്ളയുടെ റീഗ്രൂപ്പിങ്ങിനെ തടയുക എന്നുള്ളതാണ് IDF-ന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ ഈ ഒരു റീഗ്രൂപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ വീണ്ടും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യും. PVC പൈപ്പൊക്കെ കൊണ്ടുവന്ന് ഇവന്മാർ പെട്ടെന്ന് റോക്കറ്റ് ഒക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ വിട്ടു തുടങ്ങും. അപ്പൊ അതുകൊണ്ട് റീഗ്രൂപ്പിങ്ങിനെ തടയുക, ഈ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രശ്നം തീരുന്നവരെ, ഈ ഒരു യുദ്ധം തൽക്കാലം ഇപ്പൊ തുടങ്ങിയ ഒരു യുദ്ധം അവസാനിക്കുന്നത് വരെ ഹെസ്ബുള്ളയുടെ മേളിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവുക തന്നെ ചെയ്യും. അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇസ്രായേൽ നീട്ടിക്കൊണ്ടേ പോകും എന്നുള്ളതാണ് വസ്തുത. ഈ സീസ് ഫയർ കൊണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഹെസ്ബുള്ളയെ പൂട്ടിക്കെട്ടി. പക്ഷെ എന്നാൽ ഇസ്രായേൽ തുടർന്ന് അറ്റാക്ക് നടത്തിക്കൊണ്ടേയിരിക്കുന്നുള്ളതാണ്. ഇതൊരു വൻ വിജയമാണ്. ഇങ്ങനെ ഒരു സീസ് ഫയർ എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല ലോകത്ത്. ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സീസ് ഫയർ നമ്മൾ കാണുന്നത്. PA എന്ന് പറയുമ്പോൾ അറിയാലോ, പാലസ്തീനിയൻ അതോറിറ്റി. ഈ പാലസ്തീനിയൻ അതോറിറ്റി ഉള്ളത് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്താണ്, എല്ലാവർക്കും അറിയാവുന്ന പോലെ. അവിടെ ജനീം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ജനീം എന്ന് പറയുന്ന ഒരു റെഫ്യൂജി ക്യാമ്പാണ്. ഒരു സ്പെഷ്യൽ ക്യാമ്പാണത്. ആ ക്യാമ്പിൽ നിന്നും പ്രത്യേകിച്ച് ആക്രമണങ്ങൾ ആ ക്യാമ്പിനോടും ഈ ഒരു പാലസ്തീനിയൻ അതോറിറ്റിക്കും നിരന്തരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രത്യേകിച്ച് ഇതിന്റെ ഹമാസിന്റെ കൈയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഹമാസാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു ആക്രമണത്തിന് ആക്കം കൂട്ടുന്നത്. അപ്പൊ ആ രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. കാരണം ഹമാസിന് ഏറ്റവും കൂടുതൽ പാലസ്തീനിയൻ അതോറിറ്റിയിൽ കുറച്ച് സപ്പോർട്ട് നേടിയെടുക്കണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ്, കാരണം ഈ പാലസ്തീനിയൻ അതോറിറ്റിയെ മാറ്റിയിട്ട്, അതായത് ഈ ഫത്തേ പാർട്ടിയെ ഒഴിവാക്കിയിട്ട് ഈ ഹമാസ് പൂർണ്ണമായിട്ട് ഈ ഒരു വെസ്റ്റ് ബാങ്കിൽ ആധിപത്യം പുലർത്താനുള്ള ഒരു ശ്രമമാണ് അവർ നടത്തുന്നത്. അപ്പൊ ആ ശ്രമത്തിന്റെ ഇടയിലാണ്
ഈ ജനീൻ ഗ്രൂപ്പിനും ഈ പാലസ്തീനിയൻ അതോറിറ്റിക്കും ഇടയിൽ നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. ഈ ജനീം റെഫ്യൂജികളുടെ കയ്യിൽ നിന്നുള്ള ആക്രമണമേറ്റ് 3 പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുന്നതാണ് വാർത്ത വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സുന്നി ഷിയ എന്നുള്ള തലത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡീവിയേഷൻ നടക്കുന്നുണ്ട്. അത് തുർക്കിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ സുന്നികളെ കോർണറൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അലയൻസും, അതേപോലെ ഇറാനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ഈ ഇറാൻ ശരിക്കും പറഞ്ഞാൽ 1979 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഷിയ വിഭാഗം ശക്തിപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സുന്നി വിഭാഗമാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് 85% ഇതിൽ ഡോമിനേറ്റ് ആയിട്ട് ഉള്ളത്. 15% പോപ്പുലേഷൻ മാത്രമേ ഈ ഒരു ഷിയ വിഭാഗത്തിലുള്ളൂ. ഈ ഷിയ വിഭാഗത്തിൽ തന്നെ ഒരുപാട് സബ് ഗ്രൂപ്പുകളുണ്ട്, പല പല സെക്ടേറിയൻ ഗ്രൂപ്പുകളാണ്. അതിലൊരു ഗ്രൂപ്പാണ് ഈ ഒരു ഹൂത്തികളൊക്കെ ഒരു സെപ്പറേറ്റ് ഗോത്രവർഗമാണ്. ഇറാൻ, ലെബനാൻ, സിറിയ, ഇറാഖ് ഈ ഭാഗത്തുള്ള ഒരു കുടക്കീഴിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇറാൻ ശ്രമിക്കുന്നത്. പക്ഷേ തുർക്കി ആണെങ്കിൽ സുന്നി കൺട്രീസിനെ എല്ലാം അവർ ആശയങ്ങൾ മൂലം ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവിടെ ചാലഞ്ച് ഉണ്ട്. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നിലപാടുകൾ വ്യത്യാസമുണ്ട്. സൗദി അറേബ്യ, UAE അതേപോലത്തെ രാജ്യങ്ങളുടെയൊക്കെ നിലപാട് വളരെ വളരെ വ്യത്യസ്തമാണ് തുർക്കിയിൽ നിന്നും. തുർക്കി കുറച്ചുകൂടെ ഓർത്തഡോക്സ് ആണ്. അപ്പൊ അതിന് കുറച്ചുകൂടെ തീവ്ര നിലപാടുള്ള ഇസ്ലാമിക് ജിഹാദ്, അതേപോലെ സലഫിസം ഇതേപോലത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാരെ മാത്രമാണ് ഈ ഒരു തുർക്കിയുടെ ഭാഗത്ത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സുന്നി വിഭാഗത്തിൽ തന്നെ ഒരു ഡീവിയേഷൻ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഡീവിയേഷൻ ഓൾറെഡി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം തുർക്കിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ അതിതീവ്ര നിലപാടുള്ള ആൾക്കാരായിട്ടാണ് സൗദി വിഭാഗത്തോട് നിൽക്കുന്ന ആൾക്കാർ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതില് എല്ലാം കൂടെ ചേർന്നിട്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും കൂടെ ഒരു അവസാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പൂർണ്ണമായിട്ട് ഈ ഒരു യുദ്ധത്തിൽ വിജയിച്ച് വരേണ്ടതുണ്ട്. അപ്പൊ അത് ഇസ്രായേൽ കൃത്യമായിട്ട് ആ റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. അതിന് ഏറ്റവും കൂടുതൽ അതിൽ വ്യക്തമായിട്ട് ഇതിന്റെ ഒരു വിജയം കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ ഹൂത്തികൾക്കും ഇറാനികൾക്കും കൃത്യമായിട്ടുള്ള പണി കൊടുക്കണം എന്നതാണ്. ആ പണി കൊടുക്കാൻ വേണ്ടി, ആ ഒരു ഫൈനൽ പണി കൊടുക്കാനാണ് ഇസ്രായേൽ കൃത്യമായിട്ട് അവരുടെ പടക്കോപ്പുകളെല്ലാം റെഡിയാക്കി തയ്യാറാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്കാണ് ഈ ഗാസയിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട്, ഗാസ എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ അവസാനിക്കുന്ന ഒരു പരിപാടിയല്ല. കാരണം വെച്ചാൽ ഈ പലസ്തീൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവിടെ ഈ അലക്സ മോസ്ക്, അതേപോലെ ഈ ജെറുസലേം ടെമ്പിൾ, ഇതൊക്കെ പറയുന്നത് വളരെ വളരെ വൈകാരികമായിട്ടുള്ള ചില വിഷയങ്ങൾ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് അത്ര എളുപ്പത്തിൽ അവിടെ റിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതിങ്ങനെ തന്നെ തുടർന്ന് പോകും. പക്ഷേ മറ്റുള്ള ഭാഗികമായിട്ട് വെളിയിൽ കിടക്കുന്ന ബാക്കിയുള്ള ശക്തികളെയൊക്കെ അടിച്ചൊതുക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം. ഇനിയിപ്പം പ്രതിസന്ധി നേരിടുന്ന 2 നേതാക്കളെ കുറിച്ച് പറയാം. അതിലൊന്ന് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോണിന് 60% പോളിംഗിൽ അയാൾ താഴോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അതായത് അവിടെ ഈ ഫ്രാൻസിൽ ഒരു പോളിംഗ് നടത്തി, അതായത് ഇമ്മാനുവൽ മാക്രോണിന്റെ ജനപ്രീതിയെ കുറിച്ചുള്ള നടത്തിയ പോളിംഗിൽ പുള്ളി 60% ഫ്ലോപ്പാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഇലക്ഷനിൽ വരുവോ വരില്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ടെൻഷനിലാണ് ഇപ്പൊ ഇമ്മാനുവൽ മാക്രോൺ അവിടെ നിൽക്കുന്നത്. ഈ ഇമ്മാനുവൽ മാക്രോണൊക്കെ പല പല രീതിയിൽ പല ഡ്രാമകളും നടത്തി നോക്കി, പല പരീക്ഷണങ്ങളും നടത്തി നോക്കി, പക്ഷെ ഒന്നും വിജയിച്ചില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഇമ്മാനുവൽ മാക്രോണിന്റെ നിലവിലത്തെ ഒരു അവസ്ഥ. ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് ട്രംപാണ്. ട്രംപ് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ പല കേസുകളും ഈ ഒരു ഇലക്ഷൻ വിജയിച്ചതോടുകൂടി എഴുതി തള്ളിയായിരുന്നു. പക്ഷെ അതിൽ ഒരു കേസ് ട്രംപ് പെട്ട് കിടക്കാണ്. ആ ഒരു കേസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫെലോനി കേസാണ്. ഈ ഫെലോനി എന്ന് പറയുമ്പോഴത്തേക്കും അമേരിക്കയിൽ 1 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ് ഈ ഫെലോനി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കേസുകൾ. അപ്പൊ ഇതേപോലെ ഒരു കേസിലാണ് ട്രംപ് പെട്ട് കിടക്കുന്നത്. ഇപ്പൊ ട്രംപ് അത് പെട്ട് കിടക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, അതായത് സ്റ്റോമി ഡാനിയൽ. ഈ സ്റ്റോമി ഡാനിയൽ എന്ന് പറയുന്നത് ഒരു ആഭാസ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന ഒരു നടിയാണ്. അപ്പൊ ആ ഒരു നടി അവരുടെ ജീവിത ചരിത്രം പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്യാം, എന്റെ ഒരു ജീവിതം ഞാൻ പബ്ലിക്കലി പറയാൻ പോവാണ് എന്നുള്ളൊരു അനൗൺസ്മെന്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴത്തേക്കും ഈ ട്രംപ് എന്ന് വെച്ചാൽ ഇപ്പൊ ട്രംപിന് ഈ ഒരു ലേഡിയുമായിട്ട് മുമ്പ് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. ഇത് ഉറപ്പാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. അപ്പൊ ആ ഒരു കാര്യം ഇവരുടെ ഒരു പബ്ലിക് ലൈഫ് ഇവർ പുറത്ത് പറയുമ്പോഴത്തേക്കും ഈ ട്രംപിന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞ് സ്വാധീനിച്ച് ഏതാണ്ട് $130,000 ട്രംപ് ആ ലേഡിക്ക് കൊടുത്തതായിട്ടാണ് ഈ ഒരു കേസ്. അപ്പൊ ഇതാണ് ട്രംപിന്റെ പേരിലുള്ള ഒരു കേസ്. ഇപ്പൊ ഈ കേസാണ് കോടതിയിൽ പിന്നെ ഡിസ്പസ് ആവാതെ കിടക്കുന്ന ഒരു കേസ്. ട്രംപ് ഈ കേസ് സ്ക്വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പല തവണ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇപ്പൊ ജഡ്ജ് എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ 20-ാം തീയതിയാണ് ട്രംപിന്റെ സെറമണി. 2ാം തവണ US പ്രസിഡന്റ് ആയിട്ട് ആകാൻ പോകുന്നതിന്റെ സെറമണി 20-ാം തീയതിയാണ്, ജനുവരി 20. അപ്പൊ ഇപ്പൊ ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതി ഇതിന്റെ വിധി പറയാം. അപ്പൊ ട്രംപ് പറഞ്ഞ് നമ്മൾ ഭയങ്കര ബിസിയാണ്, നമ്മൾ ഈ ഒരു പിന്നെ ചേഞ്ച് ഓവർ, ഗവൺമെന്റിന്റെ ചേഞ്ച് ഓവറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഭയങ്കര പണിത്തിരക്കിലാണ്, ബിസിയിലാണ്, ഈ കേസ് എങ്ങനെയും ഒന്ന് എഴുതി തള്ളണം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ പറയുന്നത് ഒരു പ്രസിഡന്റ് ആവാൻ പോകുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു കേസ് നിലനിർത്തിക്കൊണ്ട് പോയി പ്രസിഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല പരിപാടിയല്ല. നമുക്ക് കാര്യങ്ങൾ നോക്കാം. ഇതൊരു പേയ്മെന്റിന്റെ കേസല്ലേ, അല്ലാതെ ഇത് ആരെങ്കിലും കൊന്ന കേസൊന്നുമല്ലല്ലോ. അപ്പൊ നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുമെന്നാണ് ജഡ്ജ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾ വിർച്വലി അറ്റൻഡ് ചെയ്താൽ മതി, അതായത് ഓൺലൈനിൽ അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്.
അപ്പൊ ട്രംപ് എന്തായാലും ഇത് അറ്റൻഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് 10-ാം തീയതി ട്രംപ് ഇതിന് ഹാജരാവും, 11-ാം തീയതി ഇതിന്റെ വിധി വരും. ശരിക്കും പറഞ്ഞാൽ ഇത് ഏതാണ്ട് 4 വർഷം സെന്റൻസ് കൊടുക്കാൻ പറ്റുന്ന, അതായത് 4 വർഷം ജയിൽ ശിക്ഷ കിട്ടാൻ പാകത്തിനുള്ള ഒരു കേസ് തന്നെയാണ് ഇത്. പക്ഷെ ഇപ്പൊ തൽക്കാലം പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല് ഒന്നെങ്കിൽ ഫൈൻ അടച്ച് ഒഴിവാക്കാം. 2 ഓപ്ഷനാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസിൽ എന്താണ് വിധി വരുന്നത്, ആ വിധിയെ ഒന്നെങ്കിൽ ഫൈൻ അടച്ച് ഒഴിവാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രൊബേഷൻ പീരീഡ്, 4 വർഷത്തെ പ്രൊബേഷൻ പീരീഡ് കൊടുത്തുകൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റ് പറയാം. അതായത് ഫൈൻ അടയ്ക്കാൻ വകുപ്പില്ല എന്നുണ്ടെങ്കിൽ 4 വർഷത്തെ പ്രൊബേഷൻ പീരീഡ്. അപ്പോഴത്തേക്കും യുഎസിന്റെ പ്രസിഡന്റ് ആകുന്ന ആ ഒരു കാലഘട്ടം പൂർത്തിയാവുമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ തീരുമാനിക്കാം. ആ രീതിയിലാണ് ഈ ഒരു വിധി വരിക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പം മെയിൻ ആയിട്ട് ഇതിനകത്ത് നോക്കുന്നത് ഇതൊരു ഫൈൻ അടച്ച് ഒഴിവാക്കി പോകുന്ന ഒരു കേസായിട്ട് മാറും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപ് ഏറെക്കുറെ ഒരു ലെവൽ വരെ ഫീൽ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഈ കോർട്ട്, ജഡ്ജി, വിധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ ടെൻഷനാണ്. പുള്ളി ടെൻഷനിലാണ് ഉള്ളത്. 11-ാം തീയതി എന്ത് വിധി വരും എന്നുള്ളതിനെ കുറിച്ച് യുഎസിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിപ്പാണ്. അവസാനമായിട്ട് ഒരു വാർത്ത കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന്റെ ആർമി ചീഫ് ഒരുപാട് നാൾക്ക് ശേഷം, അതായത് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പിന്നെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെട്ട് വന്നതിന് ശേഷം ഈ വ്യക്തി ഇപ്പോഴാണ് ഈ ഒരു ആർമി ചീഫ് ഇപ്പോഴാണ് വീണ്ടും ബംഗ്ലാദേശിൽ ഒരു അഭിമുഖം കൊടുക്കുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇന്ത്യയുമായിട്ട് പല തരത്തിലുള്ള നെഗോഷിയേഷൻസും അതേപോലെ ഇന്ത്യയെ പല രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും ബംഗ്ലാദേശ് ഇപ്പോഴത്തെ നിലവിലെ സർക്കാർ ചെയ്യുന്നുണ്ട്. ഇത് പാടില്ല എന്നാണ് പുള്ളി പറയുന്നത്. പണ്ടൊക്കെ ബംഗ്ലാദേശിന്റെ സർക്കാരിന്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെയൊക്കെ അനൗൺസ്മെന്റുകൾ വരുമ്പോഴത്തേക്കും ഇന്ത്യ ശരിക്കും ബംഗ്ലാദേശ് ഉണ്ടാകാൻ കാരണമായിരുന്ന ഒരു രാജ്യമാണ്, ഇന്ത്യയാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്നുള്ള തലത്തിലൊക്കെ പല രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഡയലോഗുകളൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നും കാണാനില്ല. കാരണം ഇപ്പം ഒരു കൺസെൻസസ്, അതായത് ഒരു കൺസെൻസസ് ബംഗ്ലാദേശ് നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം പുള്ളി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ എന്താണ് ബംഗ്ലാദേശിന് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക്, ബംഗ്ലാദേശിന്റെ ഉള്ളിലുള്ള പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ അതത്ര സാധ്യമല്ല, അത്ര എളുപ്പമല്ല. കാരണം ബംഗ്ലാദേശിന്റെ ഉള്ളില് ഹേറ്റ്, ഇന്ത്യ ഹേറ്റ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അത് അത്ര എളുപ്പത്തിൽ അങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാക്കാൻ പറ്റിയതാണ്. കാരണം ഞാൻ അവിടെ ഉള്ളിലുള്ള ന്യൂസ് പേപ്പറുകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ജനങ്ങളെ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കാരണം അവര് ഇന്ത്യയുടെ ഒരുപാട് കാര്യങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് സാരി അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അവരെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനെ ബോയ്ക്കോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ 50 ടൺ 25 ടൺ അരി അവർ ഇന്ത്യയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കോൺട്രാഡിക്ഷൻ ആണ് എന്നുള്ള രീതിയിലും പുള്ളി പറയുന്നുണ്ട് കേട്ടോ. പുള്ളി 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവുമായിട്ട് സംസാരം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെയൊക്കെ ഒരു ടേണിംഗ് പോയിന്റ് ആവാം ഈ ഒരു സംസാരം. കാരണം ഇന്ത്യയും ചൈനയും ഒരുപോലെ ബാലൻസ് ചെയ്തുകൊണ്ട് ചൈനയെ അവരുടെ എക്കണോമിക് പാർട്ട്ണർ എന്നുള്ള രീതിയിലാണ് പുള്ളി വിശേഷിപ്പിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് പറഞ്ഞു വരുന്നത് പറഞ്ഞാല് ഇന്ത്യയും ചൈനയുമായിട്ട് ഒരു ബാലൻസ് രീതിയിൽ പോയാൽ മാത്രമേ ബംഗ്ലാദേശ് എന്നുള്ള രാജ്യത്തിന് സർവൈവൽ സാധ്യതയുള്ളൂ എന്നുള്ള നിലയിലുള്ള നിലപാടാണ് പുള്ളി എടുത്തിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല കേട്ടോ, അർക്കൻ ആർമിയുടെ പേടിയാണ് ഈ ഒരു ബംഗ്ലാദേശ് ആർമിയെ ഇങ്ങനെ ഇന്ത്യയുമായിട്ടൊരു നയപരമായിട്ടുള്ള നീക്കത്തിന് ഒരുക്കിയത്. അപ്പൊ ഇത്രയും നാളായിട്ടും അവിടെ 3-4 മാസമായിട്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇന്ത്യയുമായിട്ട് നിരന്തരമായിട്ടുള്ള ക്ലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതായത് ന്യൂസ് പേപ്പർ മുഖാന്തരമായിക്കോട്ടെ പല രീതിയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. പല വ്യക്തി താല്പര്യം മൂലം ഇന്ത്യയെ അധിക്ഷേപിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അർക്കൻ ആർമിയുടെ വിളയാട്ടം അത് തന്നെയാണ് കാരണം. ഈ ഒരു ബംഗ്ലാദേശ് ആർമിയെ നല്ല രീതിയിൽ അടിച്ച് ഓട്ടിക്കുന്നുണ്ട്. ആ ഒരു സ്ഥിതി വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയുമായിട്ട് ചെറിയൊരു ബാലൻസ് ആവാമെന്നാണ് പറയുന്നത്. ചൈനയുടെ സൈഡിൽ നിന്ന് അവർ കുറഞ്ഞ വിലയ്ക്കുള്ള ആയുധങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അതൊന്നും അവർക്ക് ലോങ് റണ്ണിൽ അത്ര ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന പരിപാടിയല്ല. പിന്നെ തൽക്കാലം അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സൈഡിലുള്ള സാധനങ്ങൾ നമ്മൾ ചീപ്പ് വിലയ്ക്ക് കൊടുക്കുന്ന പരിപാടിയില്ല. അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് ചൈന കൊടുക്കും. കാരണം ചൈനയുടെ ഉള്ളിൽ മൊട്ടുസൂചി ആണെങ്കിലും അവർക്ക് 5 പൈസയ്ക്കും 50 രൂപയ്ക്കും ഉണ്ടാക്കാൻ അറിയാം. ആ 2 ക്വാളിറ്റിയും അവർക്ക് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ കയ്യിൽ എത്രയാണോ പൈസ ഉള്ളത് അതിനനുസരിച്ചുള്ള ഉരുപ്പടിയാണ് അവിടെ നിന്ന് കൊടുത്തയക്കുന്നത് ഇങ്ങോട്ട്. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് അവർ തൽക്കാലം എന്താ വെച്ചാൽ ചെയ്തോട്ടെ. അത് വെച്ചിട്ട് അർക്കൻ ആർമിയുടെ മുന്നിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ എന്തായാലും ബംഗ്ലാദേശിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ആണ്, പൊളിറ്റിക്കൽ അൺസ്റ്റെബിലിറ്റി ആണ്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യുനെസിന് നല്ല രീതിയിലുള്ള ഒരു വിറയൽ തുടങ്ങിയിട്ടുണ്ട്. യുനെസിനെ ചൊല്ലി ഈ ഗ്രാമീൺ ബാങ്ക് അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥകളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ വീഡിയോയിൽ ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.